Join Indian Air Force as pharmacist. Welcome to Pharmakit by Anjana. ജൂലൈ 11 തൊട്ട് ജൂലൈ 31 വരെയാണ് ആപ്ലിക്കേഷൻസ് അയക്കാനായിട്ട് ഓൺലൈൻ പോർട്ടൽ ഓണായിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് എക്സാം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 25 സെപ്റ്റംബർ ഓൺവേർഡ്സ് ആണ്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഫസ്റ്റ് പറയുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി അല്ലെങ്കിൽ ബിഫാം കഴിഞ്ഞ വിദ്യാർത്ഥികളിൽ അൺമാരീഡും മാരീഡുമായിട്ട് രണ്ടായി തിരിച്ച് പറയുന്നുണ്ട്. അല്ല, അൺമാരീഡ് കാൻഡിഡേറ്റ്സ് ജൂലൈ 2, 2002 ജൂലൈ 2, 2007 ഇടയ്ക്ക് ജനിച്ച ആൾക്കാരും മാരീഡ് കാൻഡിഡേറ്റ്സ് 2 ജൂലൈ 2002 2 ജൂലൈ 2005 ഇടയ്ക്ക് ജനിച്ച ഉദ്യോഗാർത്ഥികളായിരിക്കണം. ഈ പറഞ്ഞ 2 ഡേറ്റ്സും ഇൻക്ലൂഡഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡിപ്ലോമ ഇൻ ഫാർമസി അല്ലെങ്കിൽ ബി ഫാമിന് മിനിമം 50% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. കൂടാതെ ഫാർമസി കൗൺസിലിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. അതാണ് എഡ്യൂക്കേഷണൽ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. ഏനാം വിഭാഗത്തിൽ പെടുന്നതുകൊണ്ട് തന്നെ ചെസ്റ്റ്, വെയ്റ്റ്, ഹിയറിംഗ്, ഡെൻ്റൽ, ജനറൽ ചെക്കപ്പ് ഇതെല്ലാം നടത്തുന്നതായിരിക്കും. ഹൈറ്റ് മിനിമം 152 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. പിന്നെ കണ്ണിൻ്റെ കാഴ്ച. കൂടാതെ NDPS ആക്ടിനകത്ത് പറയുന്ന സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന ആളാണോ, ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളാണോ എന്നും ചെക്ക് ചെയ്യുന്നതാണ്. പെർമനൻറ്റ് പോസ്റ്റായിട്ടാണ് പോസ്റ്റിംഗിൽ കൂടി ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ്. പേ സ്കെയിൽ ആൻഡ് അലവൻസ്, ഹയർ എഡ്യൂക്കേഷൻ, പ്രീക്സ്, ജോബ് സ്പെസിഫിക്കേഷൻസ് ഇതെല്ലാം പ്രത്യേകമായി ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. എക്സാം 2 ഫേസ് ആയിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് ഫേസ് എക്സാമിൽ ജയിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് സെക്കൻഡ് ഫേസ് എക്സാമിലേക്ക് കടക്കാനായിട്ട് കഴിയുന്നത്. കറക്റ്റ് ആൻസറിന് 1 മാർക്കും, ആൻസർ ചെയ്തില്ലെങ്കിൽ 0 മാർക്കും, റോങ് ആൻസർ ആണെങ്കിൽ അതിന് 0.25 മാർക്സുമാണ് ഡിഡക്റ്റ് ചെയ്യുന്നത്. ഓരോ പേപ്പറും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാൻഡിഡേറ്റ്സ് എലിജിബിൾ ആവേണ്ടത് അത്യാവശ്യമാണ്. ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ് സെക്കൻഡ് ഫേസിൽ കയറുമ്പോൾ റണ്ണിങ്, പുഷപ്പ്, സിറ്റപ്പ്, സ്ക്വാട്സ് ഇതെല്ലാം ഉണ്ടായിരിക്കും. പിന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 1, 2 ഉണ്ട്. അതിനുശേഷമാണ് ഫേസ് 3 കടക്കുന്നത്. ഫേസ് 3 മെഡിക്കൽ എക്സാമിനേഷനാണ് ഉള്ളത്. www.airmanselection.cdac.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യേണ്ടത്. എക്സാമിനേഷൻ ഫീ 550 + GST ആണ്. ഓൺലൈൻ വഴിയാണ് പൈസ അടയ്ക്കേണ്ടത്. Stay tuned with Pharmakit for new pharmacy related updates.